ഇതിൽ SITക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. SITക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഹൈക്കോടതി ഉത്തരവ് വായിച്ചു നോക്കുമ്പോഴും SITക്ക് തിരിച്ചടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അന്വേഷണത്തിൽ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ബിഗ് ഗൺസ് അടക്കമുള്ളവർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ SITക്ക് തിരിച്ചടിയാണെന്നോ SITക്ക് കടുത്ത വിമർശനമുണ്ടെന്നോ ഞാൻ ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. അതിൽ 73-ാമത്തെ പേജിൽ 74, 75 പേജിൽ 32-ാമത്തെ പാരഗ്രാഫ്. ഫ്ലോസ്, laziness and willful lapses in the investigation of serious cases including corruption should be avoided to secure defect-free investigation and even full prosecution. ഡിഫക്റ്റ്-ഫ്രീ ആയിട്ട് ഈ അന്വേഷണം നടത്തണമെങ്കിൽ അതിനകത്ത് ഒരു തരത്തിലുള്ള അവധാനതയില്ലായ്മയും ഉണ്ടാവാൻ പാടില്ല, അതിൽ ഒരു തരത്തിലുള്ള അലസതയും ഉണ്ടാവാൻ പാടില്ല എന്നാണ് കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതെന്തുകൊണ്ടാണ്? ഡിഫക്റ്റ്-ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ മാത്രമേ അത് പ്രോസിക്യൂഷനെ സഹായിക്കൂ. അത് എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ബിഗ് ഗൺസിനെ കൊണ്ടുവരാൻ സാധിക്കൂ. ഈ ബിഗ് ഗൺസ് ആണല്ലോ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഈ SIT ആരാ നിയമിച്ചത്? SIT തീരുമാനിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പല്ല. SIT നിർദ്ദേശിച്ചത് ഈ സർക്കാരല്ല. ഈ സർക്കാരിന് SITയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു റോളുമില്ല. അതിൽ ഉത്തരവ് ഒക്ടോബർ മാസം ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇപ്പോൾ നിയമിക്കുന്ന SITക്ക് എല്ലാ പ്രൊസീജിയറലായിട്ടുള്ള സഹായങ്ങളും നൽകുക മാത്രമാണ് സർക്കാരിൻ്റെ ദൗത്യം. അപ്പോൾ SITക്ക് തിരിച്ചടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് ഈ പറയുന്നത്? ഹൈക്കോടതി ഒക്ടോബറിൽ ഹൈക്കോടതി സ്യുമോട്ടോ എടുത്ത കേസിൽ ഹൈക്കോടതി തന്നെ നിയമിച്ച SITയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കതിൽ അലംഭാവം ഉണ്ടാവാൻ പാടില്ല. അതിലെവിടെയാ സർക്കാരിന്റെ പങ്ക്? SIT എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയുടെ വളപ്പിലിരിക്കുന്നവരല്ല. അവര് ഏതൊക്കെ കേസുകളിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ അതാണ് താങ്കൾക്ക് ധാരണയില്ല എന്ന് പറയുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഹൈക്കോടതിയാണ്. അവരെ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടതിന് ടേംസ് ആൻഡ് റെഫറൻസ് നിശ്ചയിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ട് രഹസ്യമായിട്ട് സീലിൽ കൊടുക്കുന്നത് ഹൈക്കോടതിക്കാണ്. ഇതാണ് ഹൈക്കോടതിയും പ്രൊസീജിയറൽ സഹായം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആവശ്യത്തിന് അവർക്ക് വേണ്ട വാഹനങ്ങൾ, മറ്റ് സ്ഥലത്ത് പോകേണ്ടതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങൾ, ഇതെല്ലാം സർക്കാർ ഒരുക്കി കൊടുക്കണം. ഇതുവരെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം ഈ SITയുമായി സഹകരിക്കുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ SIT കോടതി പറഞ്ഞിട്ടുണ്ടോ? SIT പറയില്ലല്ലോ. അതെന്താ പറയാത്തത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കേസിൽ SITയെ സഹായിക്കുക മാത്രമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ആ സർക്കാർ സഹായിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു പോയിന്റ് കോടതിയിൽ എപ്പോഴെങ്കിലും SIT പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് SIT നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ മേലിലേക്ക് ചാരുക? അതുകൊണ്ട് അത് നേരിട്ട് സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇതാണ് അതിൻ്റെ സാങ്കേതികമായ കാര്യം. ഇതറിയാതെ നേരെ പറയുക, തരാതരം പോലെയാണ് പറയുക. ആദ്യം വരുമ്പോൾ SIT ആയതുകൊണ്ട് ഇതിൽ സർക്കാരിന് റോൾ ഉണ്ടാവില്ലെന്ന് കരുതി ഞങ്ങൾ ഇതിനെ അന്വേഷിക്കുന്നു, ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് സഹകരിക്കുന്നു എന്ന് പറയുകയും ഹൈക്കോടതി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ ലാപ്സസ് ഇല്ലാതെ ഈ അന്വേഷണം കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മാത്രമാണ് അറസ്റ്റിന്റെ കാര്യം എന്താണ്? എട്ടാമത്തെ പ്രതിയായിരിക്കുന്ന ദേവസ്വം ബോർഡ് പത്മകുമാർ അതേ റോളാണോ ഹരിശങ്കർ എന്ന് നമുക്കറിയില്ല, വിജയകുമാരൻ നമുക്കറിയില്ല. ഹരിശങ്കർ അല്ല, ഈ എന്താണ് ശങ്കർദാസിനും ജയകുമാരനും എന്താണെന്ന് നമുക്കറിയില്ല, വിജയകുമാരനും എന്താണെന്ന് നമുക്കറിയില്ല. ഇത് പത്മകുമാർ അതേ റോൾ തന്നെയാണ് ഇവർക്കുള്ളതെങ്കിൽ പത്മകുമാറാണ് അവിടെ ഫ്രീ ആവുന്നത്. കാര്യം അത് ദേവസ്വം ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനമാണ്. വിജയകുമാറും ഈ ശങ്കർദാസും ചെയ്തിരിക്കുന്നത് ഒരേ കുറ്റമാണെങ്കിൽ, അതായത് പത്മകുമാർ ചെയ്ത കുറ്റമാണെങ്കിൽ അത് ദേവസ്വം ബോർഡ് എന്ന രീതിയിൽ കളക്റ്റീവായിട്ട് എടുത്തിരിക്കുന്ന ഡിസിഷനാണ്. എന്തുകൊണ്ടാണ്? അത് അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കുന്നത്. അതെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയും. ഗുരുതരമായ ആലസ്യം ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞേ? അത് വരിക എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? എട്ടാമത്തെ പ്രതിയാണ്, ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിന് SITക്ക് പറയേണ്ട കാര്യങ്ങൾ SIT പറയും അത് വരുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് തിരിച്ചടിയാണ്. ബിഗൺസിന്റെ കാര്യത്തിലാണ്. ബിഗൺസിനെ കുറിച്ച് പറയാൻ നമുക്ക്, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബിഗൺസ് ആണ് ഇതിനകത്ത് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച, ഹൈക്കോടതിയുടെ ടേംസ് ആൻഡ് റെഫറൻസിൽ പ്രവർത്തിക്കുന്ന, ഹൈക്കോടതിയോട് റിപ്പോർട്ട് ചെയ്യേണ്ട SIT ഇക്കാര്യത്തിൽ ലാപ്സസ് ഇല്ലാതെ, ജാഗ്രതക്കുറവില്ലാതെ, ആലസ്യമില്ലാതെ ഈ കേസ് അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ മാത്രമേ ഡിഫക്റ്റ് ഫ്രീ ആയിട്ട് ഈ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയൂ. യഥാർത്ഥ കൾപ്രിറ്റുകളെ, ബിഗ് ഗൺസിനെ കൊണ്ടുവരാൻ പറ്റൂ. ഇതാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് SITക്ക് തിരിച്ചടിയാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. ഇനി എന്താണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന രണ്ട് കക്ഷികളുണ്ടല്ലോ, ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന 2 പേർ. അതിലൊന്ന് റോദ്ദം ജുവലറി ഉടമ ഗോവർദ്ധനാണ്. രണ്ടാമത്തെ ആൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO
പങ്കജ് ഭണ്ഡാരിയാണ്. ഇവർ രണ്ടുപേരുടെയും റോൾ എന്താ? ഇവരെ ആരാണ് യഥാർത്ഥത്തിൽ? ഇവർക്ക് ആരുമായിട്ടാണ് അടുത്ത ബന്ധങ്ങളുള്ളത്? ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കഥ മറ്റൊരു ട്വിസ്റ്റിലേക്ക് പോകുന്ന സന്ദർഭമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ നാം കണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പാതിയാണ്. ഇനി വരാൻ പോകുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ്. ആ രണ്ടാം ഘട്ടത്തിൽ ഈ പങ്കജ് ഭണ്ഡാരി നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല എന്ന് നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയുടെ ഇതിലെ ഇടപെടലുകൾ തുടക്കം മുതൽ സംശയകരമായിരുന്നു. പങ്കജ് ഭണ്ഡാരി വളരെ പ്രസിദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ പറയുന്ന ഒന്ന്, അയോധ്യയിലെ രാമക്ഷേത്രത്തിനടുത്ത് നിർമ്മിച്ചിരിക്കുന്ന രാമമന്ദിറിൻ്റെ മുകളിൽ 13.5 ഉയരമുള്ള ഒരു കലശം നിർമ്മിച്ചിരിക്കുന്നയാളാണ്. ഇന്ത്യയിലുടനീളം 5500ഓളം ക്ഷേത്രങ്ങളിൽ വിവിധ കലശങ്ങളായിട്ടും അതേപോലെ തന്നെ ദ്വാരപാലക പാളികളായിട്ടും മേൽക്കൂരകളായിട്ടും ഒക്കെ വിഗ്രഹങ്ങളെ സ്വർണം പൊതിഞ്ഞ ഒരു ഏജൻസിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ സിഒ. ഇയാളുടെ ബന്ധം എവിടേക്കൊക്കെയാണ് പോയി നിൽക്കുന്നതെന്ന് വരട്ടെ. കേരളത്തിൽ അദ്ദേഹത്തിന് എവിടെയാണ് റോളുകളുള്ളത്? കേരളത്തിന് പുറത്ത് അയോധ്യയിലടക്കം ഇയാൾക്ക് എവിടെയാണ് റോളുകളുള്ളത് എന്നത് പുറത്തേക്ക് വരണമല്ലോ. ഇയാളെയാണോ ചെറിയ കണക്കല്ല. അവിടെയാണല്ലോ ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരി ശബരിമലയിൽ മാത്രം മോഷണം നടത്തുന്ന ആളായിരിക്കില്ലല്ലോ. അങ്ങനെ വന്നാൽ ഇയാൾ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് എനിക്ക് സംശയമുള്ളത്. അയ്യപ്പൻ്റെ ഇതുപോലെ രാമക്ഷേത്രത്തിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഈ കലശത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവിടെ 400 ഗ്രാം സ്വർണം അവിടെ പൂശി എന്നാണ് പറയുന്നത്. 13.5 അടി ഉയരമുള്ള കലശമാണ് ഇയാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇയാളുടെ ഇടപെടലുകളിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. അത് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദ്വാരപാലക ശില്പപാളി മറിച്ചു വിറ്റത് കടകംപള്ളിക്ക് അറിയാമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഒക്ടോബർ 8-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ 72 ദിവസമായി. എന്തെങ്കിലും തെളിവ് പ്രതിപക്ഷ നേതാവ് തന്നിട്ടുണ്ടോ? എൻ്റെ മുന്നിൽ ആ തെളിവില്ല. കോടതിക്ക് മുന്നിലും പ്രതിപക്ഷ നേതാവ് ആ തെളിവ് കൊടുത്തിട്ടില്ല. ദ്വാരപാലക ശില്പപാളികൾ മറിച്ചുവിറ്റത് ആർക്കാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്. കോടതിയിൽ 8 തവണ സിറ്റിംഗ് നടന്നു. 8 തവണ സിറ്റിങ്ങിൽ ആദ്യത്തെ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഭരണഘടനാ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട്, ഭരണഘടനാ പദവിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പൊളിഞ്ഞു. അത് ഭരണഘടനാ പദവിയല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്, അത് സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. അതുകൊണ്ട് ഭരണഘടനാ പദവിയുടെ പരിരക്ഷ അതിന് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഇത് ഹൈക്കോടതി റഫറൻസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്നേ വരെ ഈ 3 പ്രധാനപ്പെട്ട ജാമ്യം പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഒക്ടോബർ മുതൽ ഇതുവരെ നീളുന്ന ഹൈക്കോടതി വ്യവഹാരങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അത് ജാമ്യം കൊടുക്കുന്നതിലാവട്ടെ, SITയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേലാവട്ടെ, കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും സർക്കാരുമായിട്ടും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വാക്ക് ഈ പറയുന്ന റഫറൻസിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? കടകംപള്ളി സുരേന്ദ്രൻ അഭിഭാഷകൻ ചോദിച്ചൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ്റെ മറുപടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു റഫറൻസ് ഈ നിമിഷം വരെ കടകംപള്ളി സുരേന്ദ്രനോ ഈ സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന മട്ടിൽ നേരിട്ടുള്ളൊരു റഫറൻസ് ഇത്രയും നാളായല്ലോ ഒരു കേസ് എത്ര റിപ്പോർട്ടുകൾ കൊടുത്തു, എത്ര ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുത്തു? ബിഗ് ഗൺസിനെ കുറിച്ച് പറയുന്നത് ആരാ? ബിഗ് ഗൺസ് നമ്മുടെ മുന്നിലുള്ള കുറച്ച് ചിത്രങ്ങളല്ലേ? കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലിരിക്കുന്ന ചിത്രം. ആ 2 ചിത്രം ഉണ്ടെങ്കിൽ 2 ചിത്രം മറുഭാഗത്തുമുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. സോണിയാഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സോണിയാഗാന്ധി ഈ കേസിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ചെറിയ കാര്യമാണോ? നമുക്കാർക്കെങ്കിലും സോണിയാഗാന്ധിയുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകാൻ കഴിയുമോ? കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുമോ? സാധാരണ പ്രവർത്തകർക്ക്. പക്ഷേ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻ്റണിക്കൊപ്പം അവിടെ പോയി കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നത്? ചരടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ ഘട്ടത്തിൽ. അതിന് മുമ്പിൽ എനിക്ക് തെളിവുകളില്ല. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുക? എങ്ങനെ BJP MLA സതീഷ് കുമാറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുക? BJP MLA സതീഷ് കുമാർ, കർണാടകയിലെ BJP MLA സതീഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇന്ത്യയിലുണ്ട്. ഇതാണോ ബിഗ് ഗൺ? ഇതാണോ ബിഗ് ഷോട്ട്? അപ്പോൾ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്റെ ചോദ്യം ഹൈക്കോടതിയുടെ ദേവസ്വം മന്ത്രിയുടെ ഒരു റെഫറൻസ് പറ. ഹൈക്കോടതിയുടെ കേസിൽ അതാ എന്റെ ചോദ്യം. ഹൈക്കോടതിയുടെ കേസിൽ ഇതുവരെ SITയുടെ ഏതെങ്കിലും ഒരു ഇടക്കാല റിപ്പോർട്ടിൽ, ഇനി അത് വേണ്ട, ഏതെങ്കിലും ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പേരോ ദേവസ്വം മിനിസ്റ്റർ എന്ന വാക്കോ ഗവൺമെന്റ് എന്ന വാക്കോ ഈ ഹൈക്കോടതിയുടെ റഫറൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ പിന്നെ ആരെയാ ചോദ്യം ചെയ്യേണ്ടത്? ഈ ഫോട്ടോ വെച്ച് വേണം ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോ വെച്ച് ചോദ്യം ചെയ്യണം. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവനോടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ചിങ്ങം 1, അതായത് യുവതീ പ്രവേശന വിധി വരുന്നതിന് തൊട്ട് മുമ്പുള്ള ചിങ്ങം 1-ാം തീയതി നാമജപ ഘോഷയാത്രയുടെ ഒരു തുടക്കം ശബരിമലയിൽ വെച്ച് നടത്തി. അതിൽ മുഖ്യ അതിഥി ആരായിരുന്നെന്നറിയാമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ സംഘടിപ്പിച്ച നാമജപ യാത്രയുടെ തുടക്കം, സ്ത്രീ പ്രവേശന വിധി വരുന്നതിന് തൊട്ട് മുമ്പ്, അതിലെ പ്രധാന അതിഥിയാ. 4 ചടങ്ങിൻ്റെ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്.
പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ട്. പക്ഷെ ഞാൻ ആരോപിക്കുന്നില്ല പ്രയാർ ഗോപാലകൃഷ്ണനാണ് ശബരിമല കയറ്റിയതാണ് പ്രശ്നം. എന്റെ ചോദ്യം, ഈ ബിഗ് ഗൺസ് ഈ പ്രയാർ ഗോപാലകൃഷ്ണനാണോ? ഞാൻ ആരോപിക്കുന്നില്ല പ്രയാർ ഗോപാലകൃഷ്ണൻ പോലെ ഒരു ഭക്തൻ അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ പറഞ്ഞ എല്ലാവരും ഉന്നതരാണെന്ന്. അന്വേഷണം ആരംഭിച്ചത് അതാണ് എന്റെ ചോദ്യം. അന്വേഷണം പത്മകുമാറിൽ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. ഈ ചിത്രങ്ങളല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളല്ലാതെ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്നില്ലേ? ജയറാം ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ? അതാണ് ഇനി കേൾക്കൂ. അല്ലല്ല, ഇത് ചോദ്യം ഇതാ. ബിഗ് ഷോട്ട്സിൽ എന്താ ഇല്ല, അതാണ് എന്റെ ചോദ്യം. അപ്പോ തെളിവുകൾ എന്താ നമ്മുടെ മുന്നിലുള്ള? വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞ് ദേവസ്വം പാളികൾ മാറ്റിയത് കടകംപള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു. 72 ദിവസമായി ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ ബന്ധമുണ്ടല്ലോ. അപ്പൊ ദേവസ്വം അതത് കാലത്ത് സർക്കാരുകളെ വിമർശിക്കുമ്പോൾ മന്ത്രിക്ക് അറിയാമെന്ന് പറഞ്ഞു രാഷ്ട്രീയ വിമർശനമാണ്. അല്ലല്ല സ്മൃതി, അത് രാഷ്ട്രീയ വിമർശനമല്ല. അങ്ങ് പ്രതിപക്ഷ നേതാവിനെ ചെറുതാക്കി കാണരുത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുന്നത് രാഷ്ട്രീയ വിമർശനമല്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് വസ്തുത അടിസ്ഥാനത്തുള്ള വിമർശനമാണെന്ന്. എനിക്കറിയാമെന്നാണ് പറയുന്നത്. പക്ഷെ തെളിവോടെ എനിക്കറിയില്ല. ഇപ്പോൾ സ്മൃതി പറഞ്ഞതാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം, അതൊരു രാഷ്ട്രീയ വിമർശനം എന്ന രീതിയിൽ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ വിമർശനം എന്നല്ല, ഈ വിശ്വാസത്തിന്റെ വിഷയമായിട്ടേ അത്ര എളുപ്പത്തിൽ രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞ് ഊരിപ്പോകാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ, അത് ഉണ്ടാക്കുന്ന കൊളുത്ത് അത്ര വലുതാ, അത് ഉണ്ടാക്കുന്ന ആഘാതം അത്ര വലുതാ, അത് വിശ്വാസമാണ്. ഇപ്പോ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ. നമ്മുടെ നാളെ വന്നുകൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ താങ്കൾക്ക് പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെ ഇത്ര ഇത് ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇടവേളയാണ്. ഒന്നാം ഘട്ടം ഈ ഇടവേളയ്ക്ക് പിരിയുന്ന ഘട്ടത്തിൽ ഈ ഇടവേളയ്ക്ക് പിരിയുന്ന ഘട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വെറുതെ ആകാശത്തേക്ക് ഒരു വെടി വെച്ചു. അങ്ങനെയാണോ? അല്ല, അങ്ങനെയാണ്. വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം താങ്കൾക്ക് ഖണ്ഡിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടലുകളിൽ, ഹൈക്കോടതിയുടെ ഉത്തരവുകളിൽ, ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങളിൽ ഈ സർക്കാരിന്റെ പേരോ അതല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ പേരോ നേരിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെഫറൻസ് പറയാൻ പറ്റുമോ? ആ റെഫറൻസ് ഉദ്ധരിച്ചാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയുന്ന ഘട്ടമായിട്ടുണ്ടാകില്ല. ഒരു മിനിറ്റ് കോടതിയുടെ അതല്ല, ഇപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? SITക്ക് തിരിച്ചടിയാണോ? അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SITക്കും തിരിച്ചടിയല്ല, സർക്കാർ അല്ല. അതാണ് പറയാൻ പോകുന്നത്. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. SITക്ക് തിരിച്ചടിയല്ല എന്നതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇനി എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത്? അതിന് രണ്ട് പ്രധാനപ്പെട്ട അറസ്റ്റ്. എന്താ ഇത്ര വൈകിയത്? BSCയുടെ ഒരു രേഖ വേണമായിരുന്നു. എന്താണ്? BSCയുടെ പരിശോധനാ ഫലം വേണമായിരുന്നു, ഒരു ഫോറൻസിക് റിപ്പോർട്ട് വേണമായിരുന്നു. ഭണ്ഡാരിയുടെ കാര്യമാണ്. നോക്കൂ, അത് മാത്രമല്ല ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന ആധികാരിക രേഖകൾ വേണമായിരുന്നു. ആ ആധികാരിക രേഖകൾ കിട്ടുന്നു, ഭണ്ഡാരിയെ പിടിച്ച് അകത്തിടുന്നു. റോദം ജ്വല്ലറി അവിടെ തീരില്ല. റോദം ജ്വല്ലറിയിൽ പോയി പൂജ നടത്തിയത് ആരാ? എന്താ ആർക്കും പറയേണ്ടാത്ത? റോദം ജ്വല്ലറി പൂജ നടത്തിയ ആളുടെ പേര് മഹേഷ് മോഹന്റെ കണ്ടിരുന്നല്ലേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര സ്ഥലങ്ങളിൽ പൂജ നടത്തി? ബിഗ് ഷോട്ട്സ് ആണോ? ആർക്കറിയാം? അതാണ് പറയുന്നത്. ഈ അന്വേഷണം ഏതു ഘട്ടത്തിലേക്കാണ് പോകുന്നത് നമുക്ക് പറയാറായിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ മുന്നിലുള്ള ഫാക്ട് നമ്പർ 1, ഈ നിമിഷം വരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയോ ഏതെങ്കിലും ഒരു സർക്കാർ പ്രതിനിധിക്കെതിരെയോ ഇതുവരെയും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ ഞാനിത് സമ്മതിക്കാം, അത് പറയാം. ഇനി ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ചാണെങ്കിൽ ഈ പറയുന്ന സാധ്യതകളെല്ലാം ഉണ്ടെന്നേ. ഭാവിയിൽ വരാൻ പോകുന്ന ഈ സാധ്യതകളെല്ലാം ഉണ്ടെന്നേ നമുക്ക് ചർച്ച ചെയ്യാം. BJP MLA സതീഷ് കുമാർ, സോണിയാഗാന്ധി, ആന്റണി, ഈ പറയുന്ന അടൂർ പ്രകാശ്, കടകംപള്ളി സുരേന്ദ്രൻ, ഇവരെയൊക്കെ കാണുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ വേദികളിലാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്കൊക്കെയുള്ള അടുപ്പമെന്ന് ചോദിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമായതുകൊണ്ടാണ്. ഞാനതുകൊണ്ട് ഇവരാരും തന്നെ ഈ കാര്യത്തിൽ ബിഗ് ഷൺസ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനും അപ്പുറമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് രമേശ് ചെന്നിത്തല കൊടുത്തിരിക്കുന്ന മൊഴിയിലുള്ളത്, ഒരു വ്യവസായിയുടെ മൊഴിയിലുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇതിനുണ്ടാവാം. ഇതിന് ആന്റിക് വാല്യൂ മാത്രമല്ല, ഇതിന് ആന്റിക് വാല്യൂ ഒന്നും കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന കട്ടളപ്പാളിക്കാണെങ്കിലും ശരി, ദ്വാരപാലക ശില്പപാളിക്കാണെങ്കിലും കഷ്ടിച്ച് 30 വർഷം 35 വർഷത്തെ മാത്രമേ 1988 ശേഷമാണല്ലോ ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് 1988 മുതൽ ഒരു പുരാവസ്തു മൂല്യമല്ല, പക്ഷേ അതിനൊരു വിശ്വാസ മൂല്യമുണ്ട്. ഈ വിശ്വാസ മൂല്യമാണോ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ പാളി എടുത്ത് ഈ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചതിൻ്റെ കാരണം? അതിന് ഉത്തരവാദിത്വം ആർക്കാ? അതവിടെ വെച്ച് പൂജിക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രയവിക്രയം നടന്നിട്ടുണ്ടോ? അവിടെ മറ്റൊരു വ്യവസായി ഉള്ളതായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഈ ജയറാം പറഞ്ഞിട്ടുണ്ടല്ലോ ലൈവിൽ. അദ്ദേഹം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കൾ,
മറ്റു വ്യവസായികൾ ഇതേപോലെ കൊണ്ടുപോയി പ്രദർശനം നടത്തിയ സ്ഥലങ്ങൾ ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. റോദം ജുവലറിയിൽ നിന്നാണ് 476 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. അതേതെങ്കിലും സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്നല്ല. ഇനി രണ്ടാമത്തെ 100 ഗ്രാം സ്വർണം വീണ്ടെടുത്തിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒയുടെ അടുത്തു നിന്നാണ്. അതും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനല്ല, അതും കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. അപ്പോൾ തൊണ്ടി മുതൽ പിടിച്ചെടുത്തിരിക്കുന്ന രണ്ടുപേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ SITക്ക് പിഴച്ചത്, SIT പിഴച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ അറിയുമോ? ക്രിമിനൽ നെഗ്ലിജൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി ഇന്നിപ്പോൾ കോട്ടയത്ത് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ ജയിലിൽ കിടക്കുമായിരുന്നു. അപ്പോൾ പത്മകുമാറിന്റെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്ത വിജയകുമാറും ശങ്കർദാസും പുറത്താണ്. അതുകൊണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ? ജില്ലാ കമ്മിറ്റി അംഗത്തെ അകത്തിടാൻ പറ്റുന്ന SITക്ക് ബാക്കിയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ പിടിച്ചെടുക്കാൻ എന്താ അത്ര വലിയ ബുദ്ധിമുട്ട്? അപ്പോൾ അതുകൊണ്ട് SITക്ക് തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. SITക്ക് തിരിച്ചടി ഇല്ലെന്ന് മാത്രമല്ല, ഇതുവരെ വന്നിരിക്കുന്ന തെളിവുകൾ പ്രകാരം നമ്മുടെ മുന്നിൽ സർക്കാരിനെതിരെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു റെഫറൻസ് പോലുമില്ല. ഈ കേസിൽ ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നതിൽ KS ബൈജു, മുരാരി ബാബു, ഇവരുടെ സംഘടന രാഷ്ട്രീയം, ഇവരുടെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം എന്തെന്ന് നോക്കിയാൽ മതി. മുരാരി ബാബു ഏത് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു? ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ ആയിരുന്നു. പിന്നീടാണ് അയാൾ ഫെഡറേഷനിലേക്ക് മാറുമ്പോഴും എംപ്ലോയീസ് ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. KS ബൈജു അദ്ദേഹവും ആ ഫ്രണ്ടിൻ്റെ ജീവനക്കാരനായിരുന്നു, സഹയാത്രികനായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടുപേർക്കാണ് ഇന്ന് ജാമ്യം പോലും കിട്ടിയിരിക്കുന്നത്. ഇവരെയൊക്കെ പിടിച്ച് അകത്തിടാൻ SITക്ക് പറ്റുമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഗൺ ഷോട്ടുകളെയും SITക്ക് പിടിച്ചിടാൻ കഴിയും എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ വിനീതമായ അഭിപ്രായം. Meet the editors.